ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അടുത്ത എപ്പിസോഡ് തുടങ്ങുകയാണ്. അപ്പോൾ ഓഫ്ലൈൻ ഇരുന്നിട്ട് കുറച്ച് പരിപാടി ചെയ്തിട്ടുണ്ട്. അവിടെ വില്ലേജേഴ്സ് ഫീഡറിൽ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്ത് ഉണ്ടാക്കിയിട്ട് വെള്ളം കൊണ്ട് ഇങ്ങനെ ഒരു 2 ബ്ലോക്ക് ഹൈറ്റിൽ ഇങ്ങനെ കെട്ടി മതിലൊക്കെ കെട്ടി വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി അവിടുന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ വില്ലേജർ ഇങ്ങോട്ടേക്ക് ഒഴുകി വരാനുള്ളതാണ്. ഓക്കെ, നമ്മുടെ വില്ലേജർ വലുതായിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ലൊരു വില്ലേജറാണ്. മറ്റേ നെറ്റ് വിറ്റ് പച്ചക്കുപ്പായിട്ട ആളല്ല. ഓക്കെ, ഇനി ഇവിടുന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുകിയിട്ട് നമ്മളവിടെ കളക്ഷൻ റൂമിലേക്ക് പോകേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ കുറച്ച് ലൈറ്റൊക്കെ ചെയ്യണം. കാരണം ഇവിടെ കുറച്ച് ഈ വെളിച്ചക്കുറവുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റ് വെക്കാം. ഇവനെന്നാ അവിടെ നിന്ന് ചാടി കളിക്കുന്നത്? എന്തോ പറ്റുന്നുണ്ടല്ലോ. സഫോക്കേഷനാണല്ലോ. അയ്യോ, അവൻ്റെ ഉണ്ട്. എടോ, ദേ സോംബി ബേബി സോംബി. ഇവനെവിടുന്ന് വന്ന്? എന്തൊരു കഷ്ടമാണ് ഇവനെ കൊണ്ട്. ഞാനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ലൈറ്റ് ഇല്ലെങ്കിൽ ഇവിടെ ഇവരൊക്കെ വരുന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. എന്നെ തട്ടിക്കളെ. നീ എൻ്റെ വില്ലേജറിനെ കൊല്ലുവാണല്ലോടാ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇവിടെയൊക്കെ ഫുള്ള് ഗ്ലാസ് വെച്ചിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്യാം, ഇല്ലെങ്കിൽ പണി കിട്ടും. എവിടെ നിന്നൊക്കെയാണ് ഇറങ്ങി വരിക എന്നും പറയാൻ പറ്റില്ല. എന്നാലും എവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക? ഇതിലേക്ക് ഇവിടെ ഇറങ്ങി താഴേക്ക് ചാടി ഇറങ്ങിയതാന്ന് തോന്നുന്നു. ഗ്ലാസ് എടുത്തിട്ട് ഇവിടെയൊക്കെ വെച്ച് ഫില്ല് ചെയ്യും. അങ്ങനെ ആ പരിപാടി തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ കുറച്ച് ദൂരെ വന്നിരുന്നിട്ട് ഇതിങ്ങനെ ഫ്ലിക്ക് ചെയ്തിട്ട് ബ്രീഡ് ചെയ്യിക്കാനുള്ള പരിപാടി നോക്കാം. കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, പാർട്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലവ് ഒക്കെ വരുവേ. ലവ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വില്ലേജർ ഇവിടെ ഇപ്പോൾ ഉണ്ടാവുന്നതായിരിക്കും എന്ന് തോന്നുന്നു. നോക്കാം. കഴിഞ്ഞില്ലേടേ, കുറേ നേരമായല്ലോ. ഓക്കെ, മറ്റേ ബെഡ് ലിങ്ക് ആവുന്നതാണെന്ന് തോന്നുന്നു. ഒരു പച്ച പാർട്ടികൾ കണ്ടേ. അതേ ഒരുത്തന്നെ അവിടെ നിന്ന് അനങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ പോയി നോക്കാം. എവിടെ? അതെ, ഇവിടെ ഉണ്ട് ആളിവിടെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങനെ പോകുമല്ലോ. ഓക്കെ, ഇതും പിന്നെ ഈ ഒരു ബ്ലോക്കും കൂടി പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴുകി വരുന്നുണ്ട്. വരും. ഓക്കെ, പൊക്കോ. ഓക്കെ, അങ്ങനെ അവനെ ഒഴുകി ഇവിടെ എത്തിയിട്ടുണ്ട്. ആക്ച്വലി സംഭവം എന്ന് വെച്ചാൽ അവനെ ഒഴുകിയിട്ട് അവിടെ നിന്ന് ഒരു തട്ടിൻ്റെ അകത്ത് നിന്ന് കയറിപ്പോയി അവനെ പിടിക്കാൻ വേണ്ടി ഞാൻ ബോട്ടൊക്കെ എടുത്ത് കുറേ ഓടി. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് അവനെ ബോട്ടിൽ പിടിച്ചിരുത്തി രണ്ടാമതും ഞാൻ തിരിച്ചു കൊണ്ടുവന്നതാണ്. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഓടി കളിക്കുന്നുണ്ടാ ചെറുത്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇവിടെ ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ നേരെ മുന്നിൽ തന്നെയാണത്. നമ്മൾ ബേസ് ഉണ്ടാക്കുന്നതിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു അയണിൻ്റെ ഒരു ഷവൽ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് അതൊക്കെ വെട്ടി നിരത്തി ലെവലാക്കണം. ഇവിടെ ഇങ്ങനെ 5x5 വലിപ്പത്തിലൊരു കുഴി ഉണ്ടാക്കണം. ഓക്കെ, ഞാനിത് ഉണ്ടാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് താഴോട്ട് ഇങ്ങനെ കുഴിച്ച് പോകണം. എന്നിട്ട് 3 ബ്ലോക്ക് ഹൈറ്റോ അങ്ങനെ എന്തോ വേണം തോന്നുന്നു. ഓക്കെ, അപ്പോഴത്തേക്ക് നൈറ്റായി ഒന്ന് ഉറങ്ങാം. ഉറങ്ങി രാവിലെ അടുത്ത പരിപാടി തുടങ്ങും. ഓക്കെ, ഇനി ഇത് ഫുള്ള് കുഴിക്കട്ടെ. അങ്ങനെ ഇത്രയും കുഴിച്ചായിട്ടുണ്ട്. കയറിപ്പോകാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ബെഡ് ഇടണം. ബെഡ് ഉണ്ടാക്കാൻ പോയിട്ട് അങ്ങനെ പെട്ടീൻ്റെ അകത്ത് 60 കൂടെടുക്കാം. നമുക്ക് 20 വില്ലേജറിനെയാണ് നമ്മൾക്ക് ഇവിടെ കൊണ്ടിരുത്തേണ്ടത്.
അതുകൊണ്ട് 60 എടുക്കാം. അങ്ങനെ കുറേ പ്ലാങ്ക് ഉണ്ടാക്കി ഇത് വെച്ചിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കാം. 20 ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഇങ്ങനെ ഓരോന്നിങ്ങനെ നിറയുന്നുണ്ട്. ഓക്കെ, 20 ബെഡായിട്ടുണ്ട്. ഇനി ഇതൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കാം. താഴെ പോയിട്ട് ആദ്യത്തെ ബെഡ് അവിടെ ഇടുക, രണ്ടാമത്തെ ഇവിടെ ഇടുക. ഇത് മുഴുവൻ ഞാൻ വെക്കട്ടെ കേട്ടോ. അതിങ്ങോട്ട് കുറേ സാധനങ്ങൾ അങ്ങോട്ട് മാറ്റിയിട്ട് ബെഡ് ഇങ്ങോട്ട് ഇടാം. അടുത്തത് ഇവിടെ. ഓക്കെ, ഇനി ഇങ്ങനെ തിരിച്ചിട്ട് ഓക്കെ, അങ്ങനെ ഒരു ലെയർ ഫുള്ള് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തെ ലെയറാണ് വെക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കുഴിച്ച് എല്ലാം വെട്ടിക്കളയാം. ഓക്കെ, അത് വെട്ടി ഇനി ഈ ബെഡിൻ്റെ അടിയിലുള്ള ബ്ലോക്ക്സും കൂടി നമുക്ക് വെട്ടിക്കളയണം. എന്നിട്ട് ബെഡ് വെക്കാം. ഓക്കെ, ഇതും കൂടി വെട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒരെണ്ണം കൂടി ഇതാ. ഓക്കെ, അങ്ങനെ അതായി. ഇനി ഇതിൻ്റെ അടിയിൽ ബെഡ് ഇടണം. ബെഡ് എടുത്ത് എല്ലാം കയ്യിൽ വെക്കാം. എന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇടാൻ പറ്റില്ലേ? ഓക്കെ, ഇടാൻ പറ്റുന്നുണ്ട്. അടുത്തത് ഇവിടെ ആവുന്നില്ല, ഇവിടെ ചെരിഞ്ഞിട്ട് ഓക്കെ ആവുന്നുണ്ട്. ഇത് മുഴുവൻ വെക്കട്ടെ. അപ്പോഴത്തേക്ക് നൈറ്റായി. ഇനി ഈ ബെഡിൽ തന്നെ കിടന്നുറങ്ങാം. ബെഡ് ഇടാൻ വേറെ പോകണ്ടല്ലോ. ഓക്കെ, ഇനി ബാക്കി വെക്കാം. അങ്ങനെ വെച്ച് ഇത്ര എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതും കൂടി വെച്ചാലായി. പക്ഷേ ആക്ച്വലി 20 ബെഡാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് 22 എണ്ണം വെക്കണം. 22 ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഈ സ്റ്റോൺ ബ്ലോക്ക് ഇങ്ങനെ 2-3 വെക്കാം. ഇവിടെ ഇനി വർക്ക് സ്റ്റേഷൻ വെക്കണം. എന്താ കണ്ടില്ലേ? ഇതൊക്കെ വെച്ചപ്പോൾ ഇങ്ങനെയാണുള്ളത്. വർക്ക് സ്റ്റേഷൻ വെക്കണം. അങ്ങനെ ഫ്ലിൻറ്റ് കണ്ടുപിടിക്കാൻ വന്നിട്ടുണ്ട്. മറ്റേ ഒരു ഫ്ലെക്സിങ് ടേബിളോ അങ്ങനത്തെ എന്തോ ഒരു സാധനമല്ലേ, അത് വെച്ചിട്ടാണ് ആക്കണത്. ഇതൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ഇനി ഈ ഗ്രേവൽ ഇങ്ങനെ പൊട്ടിച്ചാൽ നമുക്ക് ഫ്ലിൻറ്റ് കിട്ടൂലേ? നമുക്ക് നോക്കാം, അത്ര കിട്ടും നോക്കാം. ഇതെന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. എന്താ അത്? ഓ, ക്ലേ ബോളാണ്. ഓക്കെ, വെച്ച് വേറെ എന്തോ ആണ്. കുഴപ്പമില്ല. എന്നാൽ ഇനിയും ഇതെല്ലാം പൊട്ടിക്കാം. ഗ്രേവൽ ഫുള്ള് പൊട്ടിക്കാം. ഓക്കെ, നൈറ്റായി, ഉറങ്ങാം. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് കുറേ ഗ്രേവൽ ഇങ്ങനെ പൊട്ടിച്ച് കുറേ ഫ്ലിൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാട്ടോ. പുറത്തിറങ്ങി. ഇതെന്ത് സാധനം? എടാ, ഇത് വിച്ചല്ലേ? വിച്ച്. ഓക്കെ, ഞാൻ വെറുതെ ഒന്ന് അടുത്ത് പോയി നോക്കിയാലോ. വിച്ചിനെ തല്ലിക്കൊന്ന് എന്ത് കിട്ടും? തല്ലിക്കൊന്ന് മറ്റേ റെഡ് സ്റ്റോൺ എന്താ കിട്ടും തോന്നുന്നു. ഞാൻ അടുത്ത് പോയി നോക്കാം. നമ്മളെ നോക്കുന്നുണ്ട്. ഹലോ ബ്രോ. ഹലോ, എന്തൊക്കെയാ വിശേഷം? അയ്യോ പണി കിട്ടി. ഇതെന്ത് നെറ്റക്കിയത്? എന്തോ സാധനം എടുത്ത് എറിഞ്ഞ് എന്നെ മറ്റേ പോർഷൻ എന്തോ എറിഞ്ഞാന്ന് തോന്നുന്നു. പക്ഷേ പാർട്ടികളൊക്കെ പോകുന്നു. അയ്യോ, ഇപ്പോൾ ചാവോ? സ്ഥലം ഉറപ്പിച്ച് വെക്കണേ, അഥവാ ചത്താൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് എടുക്കണം. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് അതാ നല്ലത്. പോയാ? അയ്യോ, അതെ അവിടെ നിൽപ്പുണ്ട്. എൻ്റെ ഹെൽത്തൊക്കെ കുറേ പോയി. എൻ്റെ അമ്മ. വീട്ടിലെത്തി. ഇനി ഫ്ലിൻറ്റ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്ലച്ചിങ് ടേബിൾ, അത് തന്നെ ഫ്ലച്ചിങ് ടേബിൾ കുറേ ഉണ്ടാക്കാം. ഫ്ലച്ചിങ് ടേബിളാണ് നമ്മൾ വർക്ക് സ്റ്റേഷനായിട്ട് ഇതിൻ്റെ അടിയിൽ വെക്കുന്നത്. ഓക്കെ, 22 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പോയി അവിടെ നേരത്തെ വെക്കാം.
ഇവിടെ ഇങ്ങനെ നേരത്തെ വെച്ചാൽ മതി എന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഈ ഒരു ലെയർ ഫുള്ളായിട്ട് ഇങ്ങനെ ടച്ചിങ് ടേബിൾ വെക്കാം, എന്നിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇവിടെയും കൂടി വെച്ച് കഴിഞ്ഞാൽ 2 കൂടി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു, ആ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇത് റെഡിയായി. ഇനി കുറച്ച് ലൈറ്റും കൂടി ഇതിൻ്റെ ഉള്ളിൽ വെക്കട്ടെ, ഒന്ന് സ്പോൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ റൂഫിൻ്റെ പരിപാടിയാണ് നോക്കേണ്ടത്. ഇതിന് മുകളിൽ റൂഫായിട്ട് നമുക്ക് സ്റ്റോൺ വെക്കണം. പിന്നെ ഇതിലെ കൂടിയാണ് നമുക്ക് വില്ലേജറിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. ഇവിടെ നമ്മുടെ റിവർ ഉണ്ടല്ലോ, അപ്പോൾ മറ്റേ നമ്മുടെ അവിടെ റിവറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ നിന്ന് ബോട്ട് എടുത്തിട്ട് പോയിട്ട് ഇങ്ങോട്ടേക്ക് തുഴഞ്ഞു വന്നോ. ഇതിൻ്റെ മുകളിൽ ഈ കോബിൾ സ്റ്റോണിൻ്റെ റൂഫ് ഇടാം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ പോരെ. ഇതിൻ്റെ ഇവിടെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ബ്ലോക്കാണിത്. ഇപ്പോൾ ഇത് മുകളിലത്തെ ലെയറല്ലേ വരും, ഇതിവിടെ ഇങ്ങനെ വെക്കാം. ഇതും കൂടി വെച്ച് ഇത് ഫില്ലായിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ലെവൽ ചെയ്യാനുണ്ട്, കാരണം ഇവിടെ കുറച്ചും കൂടി ഇത് എക്സ്റ്റെൻഡ് ആവും, ഇനി 2 ബ്ലോക്കും കൂടി. അപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വെള്ളം ഒഴിക്കാനുള്ള പരിപാടി സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, ഇത് കുറച്ചും കൂടി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇനി ഇതിൻ്റെ മുകളിലും കൂടി കുറച്ച് ബ്ലോക്സ് വരും മേലെ. ഇത് പൊട്ടിക്കാം. ഇനി വില്ലേജറിനെ കൊണ്ടുവരാനുള്ള സെറ്റപ്പ്, അതായത് വീണ്ടും നമ്മളെ പുഴ പോലെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അത് ഞാൻ ഓഫ്ലൈൻ ഇരുന്ന് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് പരിപാടിയുണ്ട്, അത് അടുത്ത എപ്പിസോഡ് ചെയ്യാം എന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.